ഹലോ ഗൈസ്, വെൽക്കം ടു മുപ്പൻസ് വ്ളോഗ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹണി റോസ് അവരുടെ ഇൻ്റർവ്യൂ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൊതുവായിട്ടുള്ള ചില വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങളും അത് ഈ എന്തൊക്കെ പറഞ്ഞായിരുന്നാലും അതിനകത്ത് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. അതൊന്നും ഈ ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാനോ അത് കുറ്റം പറയാനോ ഉള്ള ഒരു ലൈസൻസ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ മോണി ബോസ്ലെ എന്ന് പറയുന്ന മൊണാലിസ നമ്മുടെ നാട്ടിൽ വന്നു, ആ കോഴിക്കോട് ഇനാഗുറേഷൻ നടത്തി. അതും പ്രണയ ദിനത്തിലാണ്, ശ്രദ്ധിക്കണം, പ്രണയ ദിനത്തിലാണ്. അതുകൊണ്ട് ഇത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്, അത് പിന്നാലെ പറയാം. അപ്പം ആ പ്രണയ ദിനത്തിന് നടന്ന പല കാര്യങ്ങളുടെ വീഡിയോസും പ്രചരിക്കപ്പെട്ടു. ഈ കമൻറ്റ് ബോക്സിൽ കണ്ട കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ആ കുട്ടിയോടും ഇദ്ദേഹം ഡബിൾ മീനിങ്ങിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞു. ഇവർ ആ പറഞ്ഞ കമൻറ്റ് ആ കമൻറ്റിനെ ശ്രദ്ധിച്ചു. ഞാൻ അതിനകത്ത് കമൻറ്റ് റിപ്ലൈ കൊടുത്ത് ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടായിരുന്നു. മൊണാലിസ എന്നുള്ള കുട്ടിയോട് ബോച്ചെ അനാവശ്യമായിട്ടുള്ള വർത്തമാനം സംസാരിക്കുന്നു എന്നുള്ള കാര്യം കണ്ടായിരുന്നു? ഇല്ല. ഞാൻ അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി, കണ്ടില്ല. അങ്ങനെ കുറച്ച് അധികം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്കൊരു വീഡിയോ കിട്ടി. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഒരു ആപത്ത് ഘട്ടത്തിൽ ഒരു വ്യക്തി നമ്മളെ സഹായിക്കുന്നു. നമുക്ക് വളരെയധികം ക്ലേശകരമായ ബുദ്ധിമുട്ടുള്ള പടുദാരിദ്ര്യം എന്ന് വിചാരിക്കാം, ആഹാരം തരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ആ ആഹാരം തന്ന വ്യക്തിക്ക് ആ ആഹാരം തന്നതിന് ശേഷം നമ്മളെ ഭരിക്കാം എന്നുള്ളൊരു അവകാശം കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് അരമുറുക്കി കൊടുത്തിരുന്നാലും ചിലരെടുത്ത് കൈനീട്ടരുതെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്രത്യക്ഷത്തിൽ ബോച്ചയുടെ ഈ സംസാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആത്മാർത്ഥമായിട്ട് മറ്റെല്ലാം മാറ്റി നിർത്തുക. അതിനകത്തൊരു ദ്വയാർത്ഥ പ്രയോഗമുണ്ടോ, ബോച്ചെ ഇത് നന്നായിട്ടില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയണമെങ്കിലും പറയാം. പക്ഷേ മാന്യമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് മാത്രം. ആദ്യം നിങ്ങളത് കേൾക്കണം. ഒന്നിനധികം 2 തവണ ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിക്കും. കാരണം അതിനകത്ത് ഹിന്ദിയിൽ ആ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഹിന്ദിയൊക്കെ കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എന്തായിരുന്നാലും ആ പ്രസ് കോൺഫറൻസിൻ്റെ ആ ഭാഗത്തേക്ക് പോകും. ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ആ കുട്ടി എങ്ങനെ വൈറലായി എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുന്ന മനസ്സിലായി. അങ്ങനെ വൈറലായതിനെ കുറിച്ചും ലോട്ടറി അടിച്ചതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. ഇനി രണ്ടാമത് कुट्टी बोया। हाँ, अभी ये आपका इसके बाद आप सेलिब्रिटी हो गए ना, इसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते। हाँ, ഫാദർ മാത്രം കച്ചവടം മറ്റുള്ള കളിയില്ല, അത് പാരന്റ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ആ മാല ബിസിനസ് നിർത്തിയോ? ഇപ്പൊ വൈറലൊക്കെ ആയി, മൊത്തം സെലിബ്രിറ്റി ലെവലിലൊക്കെ ആയല്ലോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. ഞാനത് എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല, സീരിയസ്ലി ഒരു പിടിയില്ല. അപ്പം അത് വൈറലായി, അതുകൊണ്ട് ഇത് നിർത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അച്ഛനും അമ്മയും അത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. അമ്മ പപ്പ എന്നൊക്കെ പറയുന്നു തോന്നി. ഓക്കെ, കഴിഞ്ഞില്ല. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടോ. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. യെസ്, അതായത് വൺസ് മോർ ഞാൻ പ്ലേ ചെയ്യാം. मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടോ. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഓക്കെ, ഇതൊരു നിഷ്കളങ്കമായ ഒരു വർത്തമാനമായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യുക. അതൊരു പാവം എന്നുള്ള രീതിയിൽ. ആ കുട്ടിയുടെ വയസ്സ് 16 വയസ്സ് മാത്രമാണ്. ആ കുട്ടി സംസാരിച്ചൊരു ആ ഹിന്ദിയാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടത്. ആ കുട്ടി എന്താ പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. കാരണം ആ കുട്ടി പറയുന്നതിനെ പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയാണ് പുള്ളി പറഞ്ഞത്. ആ കുട്ടി അങ്ങനെ തന്നെയാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന് ഞാൻ പറയും. കാരണം ആ കുട്ടി അതാണ് പറഞ്ഞതെങ്കിൽ, അതാ പറഞ്ഞ ഹിന്ദി അറിയുന്നവർ ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരിക. അതായത് ആ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഒരു ബിസിനസ്സൊക്കെ നിർത്തിയോ? ഇല്ല, നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ആണെങ്കിൽ മാലയിൽ മേലാണ് നോക്കിയിരുന്നത്. ഇപ്പം പിന്നെ മാല മാത്രമല്ല നോട്ടം എന്നുള്ള രീതിയിൽ മറ്റ് പലതിലേക്കാണെന്നുള്ള രീതിയിലേക്കുള്ളൊരു ഒരു പ്രയോഗം വരുന്നു. പക്ഷേ ഞാനിപ്പോഴും പറയാം, അത് ബോച്ചെ പറഞ്ഞതല്ല, ആ കുട്ടി പറഞ്ഞു കൊടുത്തത് പോലെയാണ് ബോച്ചെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഒരാൾ പറയുന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ. അങ്ങനെയാണോ ആ കുട്ടി പറഞ്ഞത്? അതങ്ങനെ അല്ല ആ കുട്ടി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ബോച്ചെ ആ പറഞ്ഞതിനകത്തും ആ ചിരിക്കകത്തും അതത്ര വളരെ ഒരു ലൈറ്റ് ക്ലാസിക് കോമഡി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല, ആ കുട്ടി ആ കാര്യം അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത്. അതേപോലെയാണ് ബോച്ചെ പറഞ്ഞതെങ്കിൽ ബോച്ചയെ തെറി വിളിക്കുന്നതും അയാളെ കുറ്റം പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അനൗചിത്യമാണ്, തെറ്റാണ് എന്ന് പറയാം. സോ ഇത് രണ്ടും ഇതിനകത്തൊരു കോൺഫ്ലിക്റ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. അത് നിങ്ങൾ തന്നെ ദയവായി
ഹിന്ദി അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എന്താണ് ആ കുട്ടി പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് എൻ്റെ ഒരു പരിമിതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അടുത്ത ബാക്കി ഒന്നുകൂടെ ഉണ്ട്, ഒരു കാര്യം കൂടെ ഉണ്ട്. आपको कोई लवर है? नहीं, कुछ भी नहीं. मम्मी पापा है. ഓക്കെ, ഇപ്പം ലവർ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലവർ ഉണ്ടോ. ഓക്കെ, അതും അവിടെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ സൈഡിൽ നിന്ന് വന്ന ചോദ്യത്തിന് ആ കുട്ടിയോട് ഹിന്ദിയിൽ അദ്ദേഹം ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. कुछ प्लान है ऐसा? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं. ഓക്കെ, ഇവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ആ കുട്ടിയോട് ഏതെങ്കിലും ലവർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഓക്കെ, ആ കുട്ടി 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ബോച്ചയുടെ ഒരു ചെറുമകളാകാനുള്ള പ്രായം മാത്രമുള്ളൊരു കുട്ടി. അപ്പം ആ കുട്ടിക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു തെറ്റൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പറയുന്നത് എന്നെ ഉദ്ദേശിച്ചല്ല, കേരളത്തിൽ നിന്ന് ആരെങ്കിലും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിൽ അത്ര നിഷ്കളങ്കമായൊരു ചോദ്യം കേരളത്തിൽ നിന്ന് ആരെങ്കിലും. കാരണം ആ കുട്ടി ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വരുന്നത് കോഴിക്കോടുള്ള ഇനാഗുറേഷനാണ്. അതിൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരും അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വന്ന ആ കുട്ടി വന്നിട്ട് കേരളത്തിൽ നിന്നൊരു ലവറിനെ വേണോ എന്നുള്ളൊരു കാര്യം, ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്ന ഒരു കാര്യം അറിയാത്ത ഒരാളല്ല ബോച്ചെ. അപ്പം ആ കുട്ടിയോട് ഇനി കേരളത്തിൽ നിന്ന് ആരെങ്കിലും ലവർ ഒരു വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്നതാണെങ്കിൽ പോലും അതിനകത്ത് ആ കുട്ടിയോട് പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചല്ല, വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. कुछ भी नहीं. मम्मी पापा है. കേരള से कुछ प्लान है ऐसा? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? അതെ, അത് അത്ര ശുദ്ധഹാസ്യമല്ല. അത് അത്ര ശുദ്ധഹാസ്യമല്ല. ആ കുട്ടിക്ക് എന്തായിരുന്നാലും ഇദ്ദേഹം പറയുന്ന മലയാളം മനസ്സിലാകത്തില്ല. അഥവാ അത് മനസ്സിലാക്കിയാൽ അതിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതൊരു എന്താ പറയുക, ഒരു വളരെ സാധാരണക്കാരൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തിന് നിങ്ങൾ നെഗറ്റീവ് അർത്ഥം കൊടുക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമെന്ന അതിൻ്റെ അർത്ഥം. അത് ആ സ്ഥലത്തേക്ക് വീണടിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞും അതിനെയും കളിയാക്കാൻ പാടില്ല. എന്താണ് ഈ കുപ്പ? നമ്മൾ തന്നെ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ്. അതായത് നമ്മൾ തന്നെയാണ് കാരണക്കാർ. അപ്പം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു വ്യക്തി കുംഭമേളയിലൂടെ ആ കുട്ടി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തി. ഇതാണ് സംഭവം. അതിനകത്ത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. സ്റ്റിൽ അതൊരു നല്ല കാര്യമാണ്. അവർക്ക് എന്തായാലും ഒരു ഡയമണ്ടിൻ്റെ എന്തൊരു മാല കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 15 അതിൽ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് പുറത്ത് വരുന്ന ന്യൂസുകൾ. എത്രയായിക്കോട്ടെ പോട്ടെ, ആ കുട്ടിക്ക് നന്നായിട്ടിരിക്കട്ടെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. കാരണം നിത്യവൃത്തി കഴിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കുറേ സാമ്പത്തികവും ഉണ്ടാകുന്നതും വളർച്ച ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് അവരെ ഒരിക്കലും നശിപ്പിക്കാതിരിക്കട്ടെ. കാരണം പല മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്ന് പെട്ട് നശിക്കാതിരിക്കട്ടെ. ഇനിയും ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ചോദിക്കുന്നു, ഇദ്ദേഹം പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളിൽ ശരിയും തെറ്റും നിങ്ങൾ തന്നെ പറയുക. ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ മാലയിലേക്ക് മാത്രമല്ല നോട്ടം, മറ്റു പലതിലേക്കുമാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു നോട്ടം, ഒരു ചിരി. അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചിരിയാണ്. ഇതുപോലുള്ള തമാശകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു ചിരിയാണ്, അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കാം. രണ്ടാമത്തെ കാര്യം, അത് എന്നെ ഉദ്ദേശിച്ചല്ല, ലവർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നതിനകത്തൊരു മാന്യത കുറവുണ്ടേ. തീർച്ചയായിട്ടും മാന്യത കുറവുണ്ട്. നമ്മുടെ മകളല്ല, ചെറുമകളാകാൻ പ്രായമുള്ളൊരു കുട്ടിയോട് എന്നെ ഉദ്ദേശിച്ചല്ല എന്നുള്ളൊരു കാര്യം താരതമ്യം ചെയ്യുന്നതും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഈ ഒരു കാര്യം നിലവിൽ അദ്ദേഹത്തിന് കോടതിയുടെ വക വ്യക്തമായി കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, വാക്കുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സൂക്ഷിച്ചുപയോഗിക്കുക. ഇതൊരു പ്രസ് കോൺഫറൻസ് ആണ്. അവിടെ കുറേയധികം മാധ്യമ പടകളുണ്ട്. അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ അധികം എല്ലാം നമ്മൾ ഈ കേൾക്കുന്ന അത്രയും ശബ്ദത്തിലായിരിക്കത്തില്ല. അതൊക്കെ ഒരുപാട് നോയ്സ് റെഡ്യൂസ് ചെയ്ത് കേൾക്കുന്നതാണ്. പക്ഷെ അവിടെ നല്ല ബഹളവും ശബ്ദങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല. നമ്മൾ അടുത്തിരിക്കുന്ന മൈക്രോഫോണിൽ പിടിക്കുന്ന കാര്യം ദൂരെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ കാണണമെന്നില്ല. പക്ഷേ ആ ഒരു കാര്യം ലൈവ് ടെലികാസ്റ്റും കൂടെയാണ് കേട്ടോ. അതുകൂടെ അവരെ നമുക്ക് അധികം കുറ്റപ്പെടുത്താനും കഴിയില്ല ഇക്കാര്യത്തിൽ. എന്നാൽ ഈ ഒരു ചോദ്യം, ഈ രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് ഈ നോട്ടം മാലയിലേക്ക് മാത്രമല്ല മറ്റു പലയിടത്തേക്കും ആയിരുന്നുള്ളൊരു കാര്യം, അത് ആ കുട്ടി പറഞ്ഞിട്ടില്ല എങ്കിൽ ബോച്ച ചെയ്തത് വലിയൊരു തെറ്റാണ്. അതെന്തിനാണ് ആ കുട്ടിയുടെ മേൽ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ കുട്ടി അത് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി പറയാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ യുക്തി എന്താണ്? അതിൻ്റെ ന്യായം എന്താണ്? ഇനി രണ്ടാമത്തെ കാര്യം, ആ പ്രണയത്തിൻ്റെ കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാമുകൻ്റെ അല്ല, ഞാനെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പം ഇതൊക്കെ പറയപ്പെട്ടത് വളച്ചൊടിക്കുന്നതാണോ താങ്കൾ? നെവർ. ഞാൻ അതുകൊണ്ടാണ് വ്യക്തമായി, നിങ്ങളത് കേട്ടവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആ ഭാഗം ഒന്ന് പോയി പ്ലേ ചെയ്ത് കേട്ടു നോക്കുക. ആ ഒരു കാര്യത്തിൻ്റെ അകത്തൊരു ന്യായമായ ഒരു ചിന്ത എനിക്കുണ്ട്.
അപ്പം ഒരാളെ സഹായിക്കുന്നു, ഒരുപാട് പേരെ സഹായിക്കുന്നു, കോടിക്കണക്കിന് രൂപ ചാരിറ്റിയിലേക്ക് മുടക്കുന്നു, ഒത്തിരി പേരെ സംരക്ഷിക്കുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽദാതാവാണ്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. അതൊന്നും മറ്റൊരു വ്യക്തിയെ അപമാനിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ട് രസിക്കാനോ ഉള്ള ഒരു ലൈസൻസ് അല്ല, അതൊരിക്കലുമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ഹണി റോസിൻ്റെ വസ്ത്രം, ഹണി റോസിൻ്റെ വസ്ത്രത്തിന് ചിലപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള വിമർശനങ്ങളുണ്ടാവാം. ഞാൻ ആ വിമർശനത്തിന് ഉപയോഗിക്കേണ്ട ഭാഷയും മാന്യതയും തീർച്ചയായിട്ടും വേണം, അത് വെച്ചുകൊണ്ട് നമുക്കത് പറയാം. പക്ഷേ വ്യക്തമാക്കി അവരും പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, ആ വിമർശനം അവരർഹിക്കുന്നുണ്ടോ? കാരണം അവർ നമ്മൾ ഈ സഭ്യത ഇല്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായ മോശമായ വസ്ത്രം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന കാര്യം അവരുടെ വസ്ത്രമല്ലേ, അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പം എനിക്ക് എന്ത് വസ്ത്രം തീരുമാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പം നമ്മൾ പണ്ടെന്നല്ല ഇന്നും നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മൾ ഭ്രാന്തനെന്നും അതോടൊപ്പം തന്നെ തെരുവ് തെണ്ടികളെന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ ഒരിക്കലും മോശപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, തെരുവ് തെണ്ടികളെന്ന് പറഞ്ഞാൽ വളരെ മുഷിഞ്ഞ കീറി പറഞ്ഞ വസ്ത്രങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ട്രെൻഡ് സെറ്റേഴ്സൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം കരൺ ജോഹർ ഒരു എയർപോർട്ടിലേക്ക് വന്ന പിക്ചറുണ്ടെങ്കിൽ ഞാനിവിടെ ഇട്ടേക്കാം. അദ്ദേഹം വന്നിറങ്ങിയ സമയത്ത് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനത്തിൻ്റെ അകത്ത് അദ്ദേഹം മൊത്തം കീറി പറഞ്ഞൊരു ഡ്രസ്സ് പോലെയാണ് ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ആ ഒരു വസ്ത്രത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ വില വരും. ആ ഒരു സാധനം ഇട്ടുകൊണ്ട് അദ്ദേഹം പബ്ലിക്കിലേക്ക് അപ്പിയർ ചെയ്തു. ആ പബ്ലിക്കിൽ അപ്പിയർ ചെയ്ത് അദ്ദേഹം ഇട്ടേക്കുന്ന നല്ല വസ്ത്രത്തിനെ കീറിയതാണ്. എന്നാൽ തെരുവിലാണെങ്കിൽ ഒരുപാട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇട്ട വസ്ത്രം കീറിപ്പോയതാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? തെരുവിലുള്ള ആ വ്യക്തിയെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കീറി പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ന് കാണിക്കും. പക്ഷെ രണ്ടും ഈക്വൽ അല്ലേ? ആ തെരുവ് തണ്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുപോലെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടികളല്ലേ ഇതൊക്കെ? കരൺ ജോഹറിന് ഇങ്ങനെ കാണിച്ചിട്ട് വേണ്ട ശ്രദ്ധ നേടാതെ വേറെ കാര്യം. എനിവേ, അതാ പറഞ്ഞത്. ഇപ്പം ഈ മൊണാലിസ എന്നുള്ളൊരു കുട്ടിയുടെ ഒരു കാര്യം വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കമൻറ്റ് ബോക്സിനകത്ത് ഉള്ള വേറെ കുറച്ച് കമൻറ്റാണ്. അദ്ദേഹം കണ്ടോ, പെണ്ണുങ്ങളെയല്ലേ കൊണ്ടുവരുന്നത്, ആദ്യം ഹണി റോസിനെ കൊണ്ടുവന്നു, ഇപ്പം ഈ ഒരു ലേഡിയെ കൊണ്ടുവന്നു എന്നുള്ള കമൻറ്റ് കൊണ്ട് അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളെ മാത്രമല്ല കൊണ്ടുവന്നിട്ടുള്ളത്. അയാൾ നമ്മുടെ റൊണാൾഡോയെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. റൊണാൾഡോയെ കൊണ്ടുവന്നു, അദ്ദേഹം പുരുഷനല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അയാളുടെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവണം, അവിടെ വെച്ച് പുതിയ അനൗൺസ്മെൻറ്റ്സ് കൊടുക്കണം. കാരണം അവിടെ 10,000-15,000 രൂപയ്ക്കൊക്കെ താഴെയുള്ള ഗോൾഡ് ഡയമണ്ട് മാലയെ കൊണ്ടെന്നൊക്കെ പറയുന്നു. അത് സ്വാഭാവികമായിട്ട് ആൾക്കാരെ ഇരച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അത് പുള്ളി വന്ന് ഈ കുട്ടിക്ക് എത്ര കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി അദ്ദേഹം ആ സമയത്തും അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് തന്നെ അത് പൈസ തിരിച്ചു പിടിച്ചിട്ടുണ്ടോ. അതാണ് അൾട്ടിമേറ്റ് ബിസിനസ് മാനാണ് പുള്ളി. പക്ഷേ പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്ന ഈ വാചകങ്ങളെല്ലാം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പുള്ളി പറഞ്ഞതെല്ലാം അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് മാറരുത്. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറയുന്നതായിക്കോട്ടെ ചുറ്റുപാടുള്ള മറ്റ് പലരും പറയുന്നതായിക്കൊണ്ടോട്ടെ, അവർ പറയുന്ന കാര്യങ്ങൾ അപ്പടി നിങ്ങൾ വിഴുങ്ങരുത്. നിങ്ങളുടെ യുക്തിക്കും കൂടെ വിട്ടുകൊടുക്കുക. അതിനകത്ത് ബ്ലൈൻഡ് ആവരുത്, അന്ധത പാടില്ല. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള പ്രോസസ്സിലേക്ക് എത്തണം. ഒരാൾ നിങ്ങളുടെ നിരീശ്വരവാദി ആവാൻ പറഞ്ഞാൽ നിങ്ങൾ നിരീശ്വരവാദി ആവണ്ട, നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ മുന്നിലോട്ട് പോകാം. പക്ഷേ അപ്പോഴും ചിന്തിക്കുക, ഈ ഒരു കാര്യത്തിലൂടെ ഈശ്വര വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നുണ്ടോ, സമാധാനം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ആശ്വാസമാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞതുകൊണ്ട് നിരീശ്വരവാദിയാവുകയോ, ഒരാൾ പറഞ്ഞതുകൊണ്ട് ഈശ്വരവിശ്വാസിയാവുകയോ, ഒരാൾ പറഞ്ഞതുകൊണ്ട് മറ്റ് ആശയത്തിൻ്റെ പുറകെ പോവുകയോ ചില രാഷ്ട്രീയത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ സ്വതന്ത്രമായി ആദ്യം ചിന്തിക്കാൻ പഠിക്കുക. സ്വതന്ത്രമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലാതെ ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കള്ളനാണയങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റത്തില്ല. സമൂഹത്തിൻ്റെ അകത്ത് മുഴുവൻ സംഭവങ്ങളും അജണ്ടകളാണ്. ആ അജണ്ട വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിൻ്റെ അജണ്ട ബിസിനസ്സാണ്, അൾട്ടിമേറ്റ്ലി ബിസിനസ്സാണ്. അയാൾക്ക് എന്ത് തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളിലൂടെ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എവിടെ കൂടെയാണെങ്കിലും ആളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ബോബി ചെമ്മണ്ണൂരാണ് ഇപ്പോഴത്തെ ബോബി ചെമ്മണ്ണൂർ എന്തുമാത്രം വളർന്നു. അപ്പോൾ ആ വളർച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ കൂടെ ഉണ്ടാക്കിയതാണ്, സൃഷ്ടിക്കുന്നതാണ് മനഃപൂർവ്വം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. വ്യക്തമായ വീഡിയോ കണ്ട ആൾക്കാർ അത് ഹിന്ദിയിൽ മനസ്സിലായി തീർച്ചയായിട്ടും കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുക ഗൈസ്, ബൈ.